കാട്ടാനയുടെ ആക്രമണത്തിൽ നേര്യമംഗലത്തെ വയോധിക കൊല്ലപ്പെട്ടതിനെ തുടർന്ന് രാത്രി വൈകി പോലീസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ വൻ സംഘർഷമുണ്ടായി. മാത്യു കുഴൽനാടൻ എംഎൽഎയും എറണാകുളം ഡിസിസി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെയും അറസ്റ്റ് ചെയ്തു. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ഇരുവർക്കും ഇടക്കാല ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. കോതമംഗലത്ത് കാട്ടാന ആക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിക്കുന്നതിനിടെ രാത്രി 11:30 ഉപവാസ സമരവേദിയിൽ നിന്ന് മാത്യു കുഴൽനാടൻ എംഎൽഎയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. തൊട്ടു പിന്നാലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഡിസിസി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെയും പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു. ആശുപത്രിയിൽ നിന്ന് മൃതദേഹം എടുത്തുകൊണ്ടുപോയി പ്രതിഷേധിച്ചതിന് കേസെടുത്തതിന് പിന്നാലെയായിരുന്നു ഇരുവരുടെയും അറസ്റ്റ്. വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച എംഎൽഎമാരായ മാത്യു കുഴൽനാടനും എൽദോസ് കുന്നപ്പള്ളിയുമായിരുന്നു നിരാഹാര സമരം നടത്തിയത്. ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചാണ് ഡിസിസി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ സമരപ്പന്തലിലേക്ക് എത്തിയത്. മൃതദേഹത്തെ അനാദരിക്കുക, സംഘർഷമുണ്ടാക്കുക തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയായിരുന്നു പോലീസ് നടപടി. അറസ്റ്റിന് പിന്നാലെ വൻ സംഘർഷമുണ്ടായി. അറസ്റ്റ് തടയാനെത്തിയ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. പ്രതിഷേധക്കാർ പോലീസ് ജീപ്പും ബസും അടിച്ചു തകർത്തു. പുലർച്ചെ 2:30 മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ഇരുവർക്കും ഇടക്കാല ജാമ്യം അനുവദിച്ചു. ഈ CPM-ന്റെ കൊട്ടേഷൻ സംഘമായി ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാറിയതിന്റെ ഒരു തെളിവാണ്. എപ്പോൾ വിളിച്ചാലും ഞങ്ങൾ തൊട്ടടുത്ത് സമരപ്പന്തലുണ്ടല്ലോ, എപ്പോൾ വിളിച്ചാലും സ്റ്റേഷനിൽ പോകാം. അതിന് തൊട്ട് മുമ്പ് ഞാനും മാത്യു കുഴൽനാടനും സ്റ്റേഷനിൽ പോയി അഡീഷണൽ SP എല്ലാവരെയും കണ്ട് സംസാരിച്ചതിന് ശേഷമാണ് പോകുന്നത്. പിന്നെ പെട്ടെന്നുണ്ടായ പ്രകോപനം എന്താണെന്നുള്ളത് അറിയില്ല. അങ്ങനെ ഒന്നും സമരത്തെ തളർത്താനോ അങ്ങനെ ഭയപ്പെടുത്താനോ അങ്ങനെ ശ്രമിച്ചാൽ അങ്ങനെ നിൽക്കുന്ന ആളുകളെല്ലാം ഞങ്ങളന്ന് താമസിയാതെ ഈ സർക്കാരിനും ഈ പോലീസിനും മനസ്സിലാകും. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ നിരവധി പ്രവർത്തകരെ പോലീസ് തല്ലിച്ചതയ്ക്കുകയും നിരപരാധികളായിട്ടുള്ള പ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ നിലയ്ക്ക് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെ വേട്ടയാടുന്ന ഒരു സമീപനം കൂടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഇതിന്റെ അകത്ത് കൃത്യമായിട്ടും നിയമവിരുദ്ധമായും നിയമം ലംഘിച്ചും പ്രവർത്തകരെ ഉപദ്രവിക്കുകയും അതെല്ലാം പോലീസ് മൃഗീയമായി ക്യാമ്പിൽ നിന്നും വന്ന പോലീസുകാരെ ഉപയോഗിച്ച് പ്രവർത്തകരെ ഉപദ്രവിച്ച ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അതിനെതിരെ നിയമപരമായി എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഞങ്ങൾ പരിശ്രമിക്കും. അറസ്റ്റിന് പിന്നാലെ അർദ്ധരാത്രി തലസ്ഥാനത്തും പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത് വന്നു. സർക്കാരിനെതിരായ മറ്റ് വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് അറസ്റ്റെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. പോലീസ് നടപടിക്കെതിരെ കേരളം മുഴുവൻ സമരം വ്യാപിപ്പിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് മുന്നറിയിപ്പ് നൽകി. 24 കൊച്ചി.